ഹായ് ഗായ്സ്, ഗലിബ്രോ എന്ന് വിളിച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 7 സെക്കൻഡ് വീക്ക് എവിക്ഷനിലേക്കുള്ള വാശിയേറിയ വോട്ടിംഗ് റൈഡുമാണ് ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നടക്കുന്നത്. നമ്മളിന്ന് ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 11 പേരാണുള്ളത്. 11 പേരിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥി സേവത്തുള്ളൂ. അതോടൊപ്പം വരും മണിക്കൂറിൽ കൃത്യമായ വോട്ടിംഗ് വരണം. ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഏതായാലും നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും നിങ്ങൾ ആർക്കാണെന്ന് വോട്ട് ചെയ്തെന്നും കൂടെ ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇന്ന് ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അനിമോൾ തന്നെ തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. വോട്ടിംഗ് തുടങ്ങിയിട്ട് ഇതുവരെയും പിന്നിലേക്ക് പോകാണ്ട് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് അനിമോൾ. ഇപ്പോൾ 2211 കൂറ്റൻ വോട്ടാണ് അനിമോൾ കരസ്ഥമാക്കി 1ാം പൊസിഷൻ തന്നെ തുടരുന്നത്. 2ാം പൊസിഷനിൽ അക്ബർ ഖാൻ തന്നെ തുടരുകയാണ്. അക്ബർ ഖാൻ നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മുടെ അനിമോളുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1980 വോട്ട് നേടിയാണ് തൻ്റെ 2ാം പൊസിഷൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. 3ാം പൊസിഷനിലേക്ക് അട്ടിമറി മുന്നേറ്റമായിട്ട് ഷാനവാസ് കയറി വന്നിരിക്കുകയാണ്. അപ്പാനി ശരത്തിനെ അട്ടിമറിച്ചുകൊണ്ടാണ് തൻ്റെ 3ാം പൊസിഷനിലേക്ക് ഷാനവാസ് കയറി വന്നിരിക്കും. ഇപ്പോൾ 1911 വോട്ട് നേടിയാണ് 3ാം പൊസിഷൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. 4ാം പൊസിഷനിൽ ബിന്നി സെബാസ്റ്റ്യൻ തന്നെ തുടരുകയാണ്. ബിന്നി വോട്ടിങ്ങിന് തുടക്കത്തിൽ നല്ലൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് തന്നെ തുടരുകയാണ്. ഇപ്പോൾ ഏകദേശം ഷാനവാസുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി 1905 വോട്ട് നേടി 4ാം പൊസിഷനിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. 5ാം പൊസിഷനിലേക്ക് അപ്പാനി ശരത്ത് വീണുപോയിരിക്കുകയാണ്. അപ്പാനി ശരത്ത് വോട്ടിങ്ങിന് തുടക്കത്തിൽ നല്ലൊരു മുന്നേറ്റം നടത്തിയെങ്കിലും ഇപ്പോൾ വോട്ടിംഗ് കുറഞ്ഞ് കണ്ടുവരികയാണ്. ഇപ്പോൾ 1901 വോട്ട് നേടി 5ാം പൊസിഷനിലേക്ക് കൂപ്പി കുത്തിയിരിക്കുകയാണ് അപ്പാനി ശരത്ത്. 6ാം പൊസിഷനിൽ ജിസേൽ തക്രൽ തന്നെ തുടരുകയാണ് കാഴ്ചയാണ്. 3ാം പൊസിഷനിലുണ്ടായിരുന്ന ജിസേൽ തക്രൽ കുറച്ച് മുമ്പ് 6ാം പൊസിഷനിലേക്ക് വന്നതിന് ശേഷം 6ാം പൊസിഷനിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. 1806 വോട്ട് നേടിയാണ് 6ാം പൊസിഷനിലുള്ളത്. 7ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായിട്ട് ബിൻസി കയറി വന്നിരിക്കുകയാണ്. RJ ബിൻസി നല്ലൊരു മുന്നേറ്റമാണ് ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത്. 1689 വോട്ട് നേടി ആര്യൻ ഖത്രയെ അട്ടിമറിച്ചുകൊണ്ടാണ് തൻ്റെ 7ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. 8ാം പൊസിഷനിലേക്ക് ആര്യൻ ഖത്രിയ വീണുപോയിരിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ RJ ബെൻസിയുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. 1679 വോട്ട് നേടിയാണ് 7ാം പൊസിഷനിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. 9ാം പൊസിഷനിൽ നോറ അതിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടിരുന്നത്. യാതൊരു മാറ്റവുമില്ലാണ്ട് 9ാം പൊസിഷൻ എന്നുള്ള ഒരു ഡേഞ്ചർ സോണിൽ തന്നെ തുടരുകയാണ് ഇപ്പോൾ അവർ. 1600 വോട്ട് നേടിയാണ് അവർ രണ്ടുപേരും ഇപ്പോൾ 9ാം പൊസിഷനിൽ നിലനിർത്തിയിരിക്കുന്നത്. 10ാം പൊസിഷനിൽ നെവിൻ തന്നെ തുടരുകയാണ്. വോട്ടിങ്ങിന് തുടക്കത്തിൽ പിന്നിലായിരുന്നെങ്കിലും ഇപ്പോൾ 10ാം പൊസിഷനിൽ തന്നെ തുടരുന്ന ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത്. ശൈത്യ സന്തോഷമായിട്ട് ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. 1650 വോട്ട് നേടിയാണ് 10ാം പൊസിഷനുള്ളത്. 11ാം പൊസിഷനിൽ ലാസ്റ്റ് പൊസിഷനായ ശൈത്യ സന്തോഷം തന്നെ തുടരുകയാണ്. ഡേഞ്ചർ സോണിൽ തന്നെയാണ് ഇപ്പോഴും ശൈത്യ. മണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണ്ണയമാണ്. എന്നിരുന്നാൽ കൂടെ നെവിനുമായിട്ട് ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1634 വോട്ടാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. താങ്ക് യു.